ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ stilbene dihalide debromination ചെക്ക് ചെയ്തായിരുന്നു. നിങ്ങൾക്ക് പ്രോബ്ലമായിട്ട് ഡീഹൈഡ്രോഹാലജനേഷൻ ഓഫ് stilbene dihalide തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മീസോയും DL ഫോമും ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം മീസോ ഫോം this is the mesoform. അപ്പോൾ stilbene dihalide mesoform ആണ്. അതിന് നമ്മൾ സാഹോഴ്സ് മോഡൽ എഴുതുമ്പോഴത്തേക്ക് ഇതുപോലെ കിട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക. അതിൻ്റെ സ്റ്റാഗേർഡ് കൺഫർമേഷൻ എഴുതുമ്പോഴത്തേക്ക് ഡിഫറെൻറ്റ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ന്യൂമാൻ പ്രൊജക്ഷനിൽ എഴുതി നോക്കുക. അതിൽ വരുന്നതിൽ ഹൈഡ്രജനും ബ്രോമിനും ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന കൺഫർമേഷൻ സെലക്ട് ചെയ്യാം. ദിസ് വൺ. ഓക്കെ, അപ്പോൾ അവിടെ നിന്നും HBr എലിമിനേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നോക്കാം. HBr എലിമിനേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ആൽക്കിൻ കിട്ടും വിത്ത് സിസ് കൺഫർമേഷൻ. ബോത്ത് ഫിനൈൽ ഗ്രൂപ്പ്സ് ആർ ഇൻ ദ സെയിം സൈഡ്. ഇങ്ങനെയാണോ കിട്ടിയത് നിങ്ങൾ ചെക്ക് ചെയ്തോളാം. Here we can see this is confirmation. Both the phenyl groups are on the same side. Okay. First, mesoform is a different Saarhouse model is a different confirmation, staggered confirmation possible ആയിട്ടുള്ളത് എഴുതുക. അതിൽ ഹൈഡ്രജനും ബ്രോമിനും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത് സെലക്ട് ചെയ്യാം. That is the dehydrohalogenation of a stilbene dihalide. Cis confirmation for ഏത് ഐസോമർ, മീസോ ഐസോമറിന് നമുക്ക് സിസ് കൺഫർമേഷൻ ആണ് കിട്ടുന്നത്. എന്നാൽ DL കൺഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബോത്ത് ഫിനൈൽ ഗ്രൂപ്പ്സ് ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദിസ് വൺ. അപ്പോൾ അവിടെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള സ്റ്റാഗേർഡ് കൺഫർമേഷൻ എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ഹൈഡ്രജനും ബ്രോമിനും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത് ഈ കൺഫർമേഷനിലാണ്. ഹിയർ വി ക്യാൻ സീ ദ ഫിനൈൽ ഗ്രൂപ്പ്സ് ആർ ഓൺ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. The first case ആണെങ്കിൽ phenyl groups are very close to each other. They are in semi eclipsed conformation. അപ്പോൾ ഇവിടെ bulky groups ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നുണ്ട്. This is the most stable conformation. അതുപോലെ ഇതിൻ്റെ എലിമിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ട്രാൻസ്ഫോം ആണ്. ഓക്കെ, phenyl groups are in the opposite direction. അപ്പോൾ മീസോഫോം സിസ് ഐസോമറും DL ഫോം നമുക്ക് ട്രാൻസ് ഐസോമറും ആണ് തരുന്നത്. സോ എന്തുകൊണ്ട് വിച്ച് വൺ റിയാക്ട് ഫാസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്നത് DL form reacts faster because of the transition state. The both phenyl groups are in the opposite direction, so the more transition state is highly stable in the case of DL form. But in the case of mesoform, both the phenyl groups are very close to each other, and so there is a steric repulsion because of the eclipsing interaction between the two phenyl groups. അത് എടുത്ത് പറഞ്ഞ് എഴുതിയിട്ട് എക്സ്പ്ലനേഷൻ നിങ്ങൾ എഴുതിയിട്ട് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്, എങ്കിലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് DL ഫോം, ട്രാൻസ്ഫോമും മീസോഫോം, സിസ് ഫോമും ആണ് നമുക്ക് തരുന്നത്. ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ വേറൊരു ഡീഹൈഡ്രോഹാലജനേഷനും കൂടി നമ്മളടുത്ത് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എ ഡീഹൈഡ്രോഹാലജനേഷൻ ഓഫ് എരിത്രോ ആൻഡ് ത്രയോ ബ്രോമോ 1,2 ഡൈഫിനൈൽ പ്രൊപ്പൈൻ. അപ്പോൾ ഇതിൽ നിന്നും ഡീഹൈഡ്രോഹാലജനേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് ഹൈഡ്രജനെയും ബ്രോമിനെയാണ് എലിമിനേറ്റ് ചെയ്ത് കളയേണ്ടത്. സോ ദ എരിത്രോഫോമും തയോഫോമും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കേസ് എരിത്രോ, ബോത്ത് ഫിനൈൽ ഗ്രൂപ്പ്സ് ആർ ഓൺ ദ സെയിം സൈഡ്. അതിൻ്റെ സ്റ്റാഗേർഡ് കൺഫേം സാഹോഴ്സ് മോഡലാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, ദിസ് ഇസ് എ സാഹോഴ്സ് മോഡൽ. അതിൻ്റെ ന്യൂമാൻ പ്രൊജക്ഷൻസ്, ഡിഫറെൻറ്റ് കൺഫേമേഴ്സ് ഇപ്പോൾ ചെയ്ത മോഡൽ തന്നെയാണ്, ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. ഡിഫറെൻറ്റ് കൺഫർമേഷൻസ് വരച്ച് സ്റ്റാഗേർഡിൻ്റെ അതിൽ ഹൈഡ്രജനും ബ്രോമിനും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന സ്റ്റാഗേർഡ് കൺഫർമേഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. ഇൻ ദിസ് കേസ് ദിസ് വൺ ഇസ് ദ staggered confirmation with both hydrogen and bromine coming on the opposite direction. അപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് staggered confirmation നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കുക. അതിൽ ഏതാണോ പോസിബിൾ, ഹൈഡ്രജനും ബ്രോമിനും ആൻറ്റി പെരിപ്ലാനാർ പൊസിഷനിൽ വരുന്ന ഹൈഡ്രജനും ബ്രോമിനും, അതായത് ഫസ്റ്റ് സെക്കൻഡും കാർബൺ ആണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് കാർബണിലുള്ള ഹൈഡ്രജൻ്റെ അല്ലെങ്കിൽ ലാസ്റ്റ് കാർബണിലുള്ള ഹൈഡ്രജൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം ഫസ്റ്റ് കാർബണിലുള്ള ബ്രോമിൻ വരാൻ. അല്ലാതെ രണ്ടും സെയിം കാർബണിലുള്ള നമ്മൾ സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് ഏതാണോ കൺഫർമേഷൻ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത്, സെലക്ട് ദാറ്റ് വൺ ആൻഡ് മേക്ക് ദ എലിമിനേഷൻ. ദിസ് ഇസ് ദ എലിമിനേഷൻ സ്റ്റെപ്പ് in which this bromine and this hydrogen
is getting eliminated. So phenyl groups are coming in the opposite direction. So we get trans isomer. ഇതുപോലെ ട്രയോ കൺഫോമർ എടുക്കുക. ട്രയോയുടെ ഡിഫറെൻറ്റ് കൺഫോർമേഷൻ സ്റ്റാഗർഡ് കൺഫോർമേഷൻസ് എടുത്ത് നോക്കുക. അതിൽ ഏതിലാണോ ഹൈഡ്രജനും ബ്രോമിനും ഓപ്പോസിറ്റ് ഡയറക്ഷന് വരുന്നതെന്ന് ചെക്ക് ചെയ്യുക. അവിടെ നിന്നും എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതിൽ ഫസ്റ്റ് ഐസോമറിലാണ് ഹൈഡ്രജനും ബ്രോമിനും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത്. അവിടെ നമ്മൾ എലിമിനേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ബ്രോമിനും ഹൈഡ്രജനും ഓപ്പോസിറ്റ് ഡയറക്ഷന് വരികയാണ്. ഇത് എലിമിനേഷൻ നടത്തുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ഇവിടെ ഹൈഡ്രജൻ ബ്രോമിനും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ സിസ് ഐസോമർ. ഹൈഡ്രജൻ ഹിയർ, ഡബിൾ ബോണ്ട്, ഫിനൈൽ ഗ്രൂപ്പ് ഹിയർ ആൻഡ് CH3 ഗ്രൂപ്പ് ഹിയർ. ഇവിടുത്തെ ഹൈഡ്രജനും ബ്രോമിനും ആണ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് ട്രാൻസ് ഐസോമറും സെക്കൻഡ് കേസിൽ നമുക്ക് സിസ് ഐസോമറും ആണ് കിട്ടുന്നത്. എരിത്രോ ആണോ ട്രയോ ആണോ ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വി നീഡ് ടു കമ്പയർ ദ ട്രാൻസിഷൻ സ്റ്റേറ്റ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ രണ്ട് ട്രാൻസിഷൻ സ്റ്റേറ്റ്സും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹിയർ വി ക്യാൻ സീ ഇവിടുത്തെ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇതാണ്. Here the bromine and hydrogen and bromine in the opposite direction, and also the two phenyl groups are in the opposite direction, and also the methyl and hydrogen are in the opposite direction. അതുപോലെ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫിനൈൽ ഗ്രൂപ്പ്സ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. അപ്പോൾ ബൾക്കി ഗ്രൂപ്പ്സ് വെരി ക്ലോസ് ആണ്. സോ ഹിയർ ദ റിയാക്ഷൻ റേറ്റ് ഇസ് വെരി സ്ലോ ഫോർ ട്രയോ ഐസോമർ. എരിത്രോ ഐസോമർ വിൽ റിയാക്ട് ഇൻ എ ഫാസ്റ്റർ മാനർ ബിക്കോസ് ബോത്ത് the transition state, both phenyl group, bulky phenyl groups are in the opposite direction. So there is a steric strain-free transition state is there. So the molecule is transition state is stable, and we will get the trans isomer. But in the case of trio isomer, both the phenyl groups are very close to each other in a semi-equidistant manner. Because of the steric repulsion, this transition state is less stable when compared with the erythroform. And here after elimination we will get a cis isomer. അപ്പോൾ ഇതാണ് നമുക്ക് എക്സ്പ്ലനേഷൻ പറയേണ്ടത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ നോട്ടിൽ വരച്ചോളുക. അതിൻ്റെ കൺഫർമേഷൻസ് എടുത്തെഴുതുക. ഡിഫറെൻറ്റ് സ്റ്റാഗർഡ് കൺഫർമേഷൻസ് എടുത്തെഴുതി ഐഡൻറ്റിഫൈ ചെയ്ത് വേണം നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ. ഓക്കെ, ഇതെല്ലാം സെയിം പാറ്റേണിൽ വരുന്ന ബ്രോമിനേഷനും ഡീഹൈഡ്രോ ഹാലജനേഷനുമാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത്. ഇനി അടുത്ത് വരുന്നത് നമുക്ക് സെമി പിനക്കോളിക് ഡീഅമിനേഷൻ ഓഫ് എരിത്രോ ആൻഡ് ട്രയോ 1,2-ഡൈഫീനൈൽ പാരാക്ലോറോഫീനൈൽ 2-അമിനോ എത്തനോൾ. അപ്പോൾ ഇത് ഇത്രയും വലിയ പേരാണെങ്കിലും സംഭവം ഈ വരച്ചേക്കുന്ന സ്ട്രക്ചറാണ്. സെമി പിനക്കോളിക് ഡീഅമിനേഷൻ ഓഫ് എരിത്രോ ആൻഡ് ട്രയോ 1,2-ഡൈഫീനൈൽ പാരാക്ലോറോഫീനൈൽ 2-അമിനോ എത്തനോൾ. അതിൽ നമുക്ക് 1,2 പൊസിഷനിൽ ഡൈഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അതുപോലെ ഒന്നിൽ നമുക്ക് പാരാക്ലോറോ ഫിനൈലുണ്ട്, 2 അമിനോ ഉണ്ട്, അതുപോലെ എത്തനോൾ OH ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് നമുക്ക് സെമി പിനക്കോളിക് ഡീഅമിനേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വേറൊരു രീതിയിലാണ് ഇതിൻ്റെ മെക്കാനിസം ഫോളോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് അപ്പോൾ ഇതിനൊരു നൈട്രോണിയം അയോൺ ഇന്റർമീഡിയറ്റ് വരും. ആ നൈട്രോണിയം അയോൺ എലിമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു കാർബോ കാറ്റയോൺ വരും. ആ കാർബോ കാറ്റയോൺ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനൈൽ ഗ്രൂപ്പ് ഇവിടെ മൈഗ്രേറ്റ് ചെയ്യും. ഫിനൈൽ ഗ്രൂപ്പ് മൈഗ്രേഷൻ കാർബോകാറ്റയോന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവാം, ഇല്ലെങ്കിൽ കാർബോകാറ്റയോന്റെ ഫ്രണ്ട് അറ്റാക്കും ബാക്ക് അറ്റാക്കും ആവാം. ദാറ്റ് ഇസ് ഫ്രണ്ട് അറ്റാക്ക് ആണെങ്കിൽ ഇറ്റ് ഇസ് എ റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ, ബാക്ക് അറ്റാക്ക് ആണെങ്കിൽ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഈ രണ്ട് പോസിബിലിറ്റിയാണ് നമുക്ക് തരുന്നത്. സോ ഇവിടെ 2 ഫിനൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഒരു ഫിനൈൽ ഗ്രൂപ്പിനെ ഞാൻ സ്റ്റാർ വെച്ച് ഐഡന്റിഫൈ ചെയ്യാനാണ് പോകുന്നത്. Okay, we can draw the
Sahor's model like this. So ഫ്രണ്ടിലത്തെ ഫിനൈൽ ഗ്രൂപ്പിനെ ഞാൻ 5 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അതുപോലെ 5Cl OH ഗ്രൂപ്പ്, ഇവിടെ OH ഗ്രൂപ്പ് ഫസ്റ്റ് കാർബൺ, ഈ കാർബണാണ് ഇപ്പോൾ റെപ്രസെൻറ്റ് ചെയ്തത്. നെക്സ്റ്റ് NH2, NH2H, H and 5. അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് കൺഫർമേഷൻ വരയ്ക്കുകയാണെങ്കിൽ we will get like this. OH, 5Cl, 5, NH2, H and 5. ഇതിലൊരു 5നെ ഞാൻ 5 സ്റ്റാർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. So here it is, this one is the 5 star. അത് സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത് OH, 5Cl, 5, here, H, NH2. Another possible staggered conformation എന്ന് പറയുന്നത് OH, 5Cl, 5, H, NH2, 5. Here we can compare this to staggered conformation. ഫ്രണ്ടിലത്തെ കാർബണിന് കോൺഫിഗറേഷൻ മാറ്റമൊന്നുമില്ല, ബാക്കിലത്തെ കാർബൺ മാത്രം റൊട്ടേറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ആൾട്ടർനേറ്റ് പൊസിഷനിൽ സ്ട്രക്ചേഴ്സ് മാറി മാറി വരും. അപ്പോൾ നമുക്ക് എടുക്കേണ്ടത് സ്റ്റേബിൾ കൺഫർമേഷനാണ്. അപ്പോൾ ഹിയർ വിച്ച് വൺ ഇസ് എ സ്റ്റേബിൾ കൺഫർമേഷൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ we can say first one is the most stable conformation. കാരണം ഇവിടുത്തെ ഫസ്റ്റ് കാർബണിലെ ബൾക്കി ഗ്രൂപ്പ് എന്ന് പറയുന്നത് 5Cl ആണ്, ബാക്കിലത്തെ കാർബണിൽ വെറും ഫിനൈൽ ഗ്രൂപ്പാണ്. അപ്പം ആ രണ്ട് ബൾക്കി ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത് ഇവിടെയാണ് നമുക്ക് പറയേണ്ടി വരും. ഇവിടെയാണെങ്കിൽ രണ്ട് ഫ്രണ്ടിലത്തെ കാർബണിലെയും ബാക്കിലത്തെ കാർബണിലെയും ഫിനൈൽ ഗ്രൂപ്പ്സ് വെരി ക്ലോസ് ടു ഈച്ച് അതർ. അതുപോലെ ഇവിടുത്തെ 5Cl and phenyl group are separated by hydrogen. ഇവിടെ ആണെങ്കിൽ മൂന്ന് ബൾക്കി ഗ്രൂപ്പ്സും അടുത്തടുത്താണ് വരുന്നത്, അടുത്തടുത്ത് വരുന്നു. അതുപോലെ NH2 കുറച്ചുകൂടെ ഹൈഡ്രജനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് NH2 കുറച്ചുകൂടെ ബൾക്കി ഗ്രൂപ്പാണ്, NH2 ആണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മൂന്ന് ബൾക്കി ഗ്രൂപ്പ്സും വെരി ക്ലോസ് ടു ഈച്ച് അതർ. അപ്പം കമ്പാരിറ്റീവ്ലി ഈ മൂന്ന് സ്ട്രക്ചറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് വൺ ഇസ് എ മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്ത് പോകും. ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്ത് പോയി നമുക്ക് നൈട്രോണിയം അയോൺ നമുക്ക് കിട്ടും. ഓക്കെ, ദിസ് വിൽ ബി ദ ആഫ്റ്റർ OH, 5Cl, N2 plus 5, 5 star and hydrogen here. Okay.
ഇനി അതിനെ നമ്മൾ സാഹോഴ്സ് മോഡലിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ we will get like this. OH 5Cl 5N2 plus 5 and hydrogen. Okay. ഇവിടെ നിന്ന് നൈട്രോണിയം അയോൺ eliminate ചെയ്തു പോകും. And in order to make this molecule stable, this phenyl group will migrate the back side. So there is an inversion of configuration. അപ്പോൾ ഇത് ഈ OH കാർബണൈൽ ഗ്രൂപ്പായിട്ട് മാറും. ഈ ഫിനൈൽ ഗ്രൂപ്പ് നമുക്ക് ഇങ്ങോട്ട് ബാക്ക് സൈഡ് അറ്റാക്ക് ആണ് നടക്കുന്നത്. സോ നൈട്രോണിയം എലിമിനേറ്റ് ചെയ്തു പോകും. സോ we will get a structure like this. That is double bond O 5Cl താഴോട്ട് വരും. സോ ഇത് ബാക്ക് സൈഡ് അറ്റാക്ക് ആയതുകൊണ്ട് ഇവിടെയുള്ള ഗ്രൂപ്പ് മുകളിലോട്ട് പോകും. സോ ഫിനൈൽ group and hydrogen will be like this. So back side attack ചെയ്ത ഫിനൈൽ ഗ്രൂപ്പ് ഇവിടെ, ഹൈഡ്രജൻ ഇവിടെ, അതേപോലെ അങ്ങ് മുകളിലോട്ട് ഡയറക്ഷനിലോട്ട് പോവുകയാണ്. സോ ബാക്ക് സൈഡ് അറ്റാക്ക് ചെയ്ത ഫിനൈൽ ഗ്രൂപ്പ് ഇറ്റ് വിൽ ബി ഹിയർ. സോ ദിസ് ഈസ് എ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഇൻവേർഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ഫോർ എരിത്രോഫോം. ഇവിടുത്തെ മെക്കാനിസം എന്ന് പറയുന്നത് നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുക, സൗഹോഴ്സ് മോഡൽ വരയ്ക്കുക, in order to identify which phenyl group is migrating. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം 5 സ്റ്റാർ. ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്തത് 5 സ്റ്റാർ ഇതാണ്. സോ സ്റ്റാർ ഈസ് ഹിയർ. അപ്പോൾ 5 സ്റ്റാർ ആണ്, അല്ലെങ്കിൽ ഫിനൈൽ ഗ്രൂപ്പ് വിത്ത് സ്റ്റാർ. നമുക്ക് C4 C14 വെച്ച് വേണമെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് വേണമെങ്കിൽ കൊടുക്കാം ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട്. സോ ഇവിടെ ഫിനൈൽ ഗ്രൂപ്പ് ആണ് ബാക്ക് സൈഡ് അറ്റാക്കിലോട്ട്, ബാക്ക് സൈഡിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. സോ ദർ ഇസ് ആൻ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ഇൻ ദ കേസ് ഓഫ് എരിത്രോഫോം. ഇനി ഇതേപോലെ നമ്മൾ ട്രയോഫോം നോക്കാം. സോ ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് the experimental result shows that 90% of the product arising out of is due to the pH migration with the inversion of configuration. So ഇത് വേറൊരു മോളിക്യൂളിന്റെ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലനേഷൻ. പക്ഷേ ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് അത് രണ്ടും സെയിം ഒരു മോളിക്യൂളിൽ തന്നെ രണ്ട് പാർട്ടായിട്ട് വരുന്നത്. അതായത് 90% ഇൻവേർഷൻ 10% റിട്ടൻഷൻ ഓഫ് കോൺഫിഗറേഷൻ വരുന്ന ഒരു മോളിക്യൂളിന്റെ കേസാണ്. പക്ഷെ നിങ്ങൾക്ക് സിലബസ് പറഞ്ഞിട്ടില്ല. സോ ഇവിടെ നമുക്ക് പറയുന്നത് 90% ഓഫ് ദ പ്രോഡക്റ്റ് അബൌട്ട് pH മൈഗ്രേഷൻ ആണ് വരുന്നത്. pH മൈഗ്രേഷൻ വിത്ത് റിട്ടേൺ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഇപ്പം എന്ത് ബേസിസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് പോപ്പുലേറ്റഡ് വിത്ത് സ്റ്റേബിൾ കൺഫർമേഷൻ വിത്ത് ഫിനൈൽ ഗ്രൂപ്പ്സ് having hydrogen atom in between them. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ഡിഫറെന്റ് സ്റ്റാൻഡേർഡ് കൺഫർമേഷൻസ് വരച്ച് നോക്കുക. We have to identify which one is the most stable conformation. The conformation with the phenyl groups are separated with the hydrogen atom is more stable when compared with the other forms. Next step is the formation of a nitronium ion and the elimination, rapid elimination followed by backside attack. That is, the carbocation formed is stabilized by the backside attack of phenyl group. That is result in the inversion of configuration. അപ്പോൾ ഇവിടെ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ട്രയോഫോമും ചെയ്തു നോക്കാം. ട്രയോഫോം ഇപ്പോൾ ട്രയോഫോമിൽ വരുന്നത്
have the phenyl group here, NH2, hydrogen, 5Cl, OH, and phenyl group here. So here you can represent this as a star, but this is the cryophore. You can write the sawhorse model like this. That is 5Cl, OH, 5, NH2, H, C6, and this one is the 5 star. So we can write the different conformations, staggered conformations possible for this isomer. So the staggered conformations വരയ്ക്കുകയാണെങ്കിൽ so 5Cl, OH, 5, NH2, H, and 5. അതുപോലെ അടുത്ത സ്റ്റാഗർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത് so 5Cl, OH, 5, 5, NH2, H. നെക്സ്റ്റ് സ്റ്റാഗർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത് 5Cl, OH, 5, the hydrogen, NH2, and 5 here. These are the 3 possible staggered conformation of a cryoform. അപ്പോൾ ഇതിൽ ഏതാണ് സ്റ്റേബിൾ ഫോം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ 3 ഫിനൈൽ ഗ്രൂപ്പ്സും അടുത്തടുത്താണ്. ഇവിടെ 2 ഫിനൈൽ ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതുപോലെ 2 ഫിനൈൽ ഗ്രൂപ്പ്സിനെ ഹൈഡ്രജൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് എ മോസ്റ്റ് സ്റ്റേബിൾ കൺഫർമേഷൻ. ഇവിടെയും 2 ഫിനൈൽ ഗ്രൂപ്പ്സ് അടുത്തടുത്താണ്, അതുപോലെ 2 ഫിനൈൽ ഗ്രൂപ്പ്സിനെ NH2 ഗ്രൂപ്പാണ് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം കമ്പയർഡ് ടു ഓൾ, this one is the most stable conformation. Then we can write the sawhorse model. Here 5Cl, OH, 5, hydrogen, NH2. ഇവിടെ നമ്മുടെ സ്റ്റാർ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരുന്നത് this one ആണ്. This one is a highlighted molecule. Okay. Next step is the formation of nitronium ion. So minus hydrogen resulting in the formation of (5Cl), OH, 5 star, 5, H, N2 plus. Okay. Here the phenyl groups migrates in the same direction, that is this hydrogen will migrate here, this will attack here, this will eliminate here. So we will get a structure like this: 5Cl, double bond O,
since attack is on the same side. Hydrogen here, phenyl group, this is a migrated phenyl group, and this is another phenyl group. Okay, അപ്പോൾ ഇവിടെ ത്രയോഫോമും എറിത്രോഫോമും നമ്മൾ ചെക്ക് ചെയ്തു. അതിൽ എറിത്രോഫോമിൽ ബാക്ക് സൈഡ് അറ്റാക്ക് ആണ്. ട്രയോഫോമിൽ attack is on the same direction, so it is a retention of configuration. So this is a semi-phenolic deamination of erythro and trio, 1,2-diphenyl, 1-parachlorophenyl, 2-aminoethanol. ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കൺഫേമറിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫേമർ ഏതാണ്. അതിൽ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ ഡീഹൈഡ്രജനേഷൻ റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് നൈട്രോണിയം അയോൺ. നൈട്രോണിയം അയോണിന് പെട്ടെന്ന് കൊളാപ്സ് ആയി അതിനെ കാർബോകാറ്റയോൺ ഫോം ചെയ്യും. ആ കാർബോകാറ്റയോണിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനൈൽ ഗ്രൂപ്പ് മൈഗ്രേറ്റ് ചെയ്യും. ആ ഫിനൈൽ ഗ്രൂപ്പ് ബാക്ക് സൈഡ് ആണോ സെയിം സൈഡ് ആണോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ബാക്ക് സൈഡ് ആണെങ്കിൽ inversion of configuration, and if it is on the front same side, this is a retention of configuration.